Hello everyone, welcome back to Indian Writing in English new syllabus for 2019 admission. We are dealing with Old Woman, the poem by Arun Kolaktar. Arun Kolaktar was born in 1st November 1932 and died in 25th September 2004. He was an Indian poet who wrote in both Marathi and in English. He was an Indian poet who wrote in both Marathi and English. His first collection of English poetry, Jejuri, won the Commonwealth Poetry Prize in 1977. His Marathi verse collection, Bijikivahi, won a Sahitya Akademi Award in 2005. Okay, now let's see more about him. Arun Kolaktar was a poet from Maharashtra in India. He was a prolific poet, writing in both Marathi and English language. His first collection of English poetry, Jejuri, won the Commonwealth Poetry Prize in 1977. His Marathi verse collection, Bijikivahi, won a Sahitya Akademi Award in 2005. An anthology of his work, collected poems in English, edited by Arvind Krishna Malhotra, was published in Britain by Burdex Books in 2010. Trained as an artist from the JJ School of Art, he was also a noted graphics designer. ഓക്കെ അരുൺ കൊലാക്തർ 1932 ജനിച്ചിട്ട് 2004 മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. വാസ് എ പോയറ്റ് ഫ്രം മഹാരാഷ്ട്രയിലെ പൂന എന്ന സ്ഥലത്താണ് അദ്ദേഹം അവിടെയുള്ളൊരു പോയറ്റ് അല്ലേ, പോയറ്റ് ഫ്രം മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോയറ്റ് എന്ന് നമ്മൾ അയാളെ അറിയപ്പെടുന്നു. He was a prolific poet writing in both Marathi and English. അദ്ദേഹം ഒരു പ്രോളിഫിക് പോയറ്റാണ്, മറാത്തി ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും എഴുതുന്നുണ്ട്. ഓക്കെ, അരുൺ കൊലാത്തർ വാസ് എ പോയറ്റ് ഫ്രം മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന പോയറ്റാണ്, മഹാരാഷ്ട്രയിലുള്ള പോയറ്റാണ്. ഹി വാസ് എ പ്രോളിഫിക് പോയറ്റ് റൈറ്റിംഗ് ഇൻ ബോത്ത് മറാത്തി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിലും മറാത്തി ലാംഗ്വേജിലും എഴുതുന്നുണ്ട്. സോ ഹി വാസ് ഓൾസോ കാൾഡ് എ ബൈലിംഗൽ റൈറ്റർ. ഓക്കെ, ബൈലിംഗൽ റൈറ്റർ, രണ്ട് ലാംഗ്വേജിൽ എഴുതുന്നത് കൊണ്ട് അദ്ദേഹത്തെ ബൈലിംഗൽ റൈറ്റർ എന്നറിയപ്പെടുന്നു. ഹിസ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയട്രി, അണ്ടർലൈൻ ദിസ്, ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയട്രി ജജൂരി, ആ ഒരു വർക്കിന് കോമൺവെൽത്ത് പ്രൈസ് അല്ലെ, കോമൺവെൽത്ത് പോയട്രി പ്രൈസ് എന്നുള്ള അവാർഡ് 1977 അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹിസ് മറാത്തി വേഴ്സ് കളക്ഷൻ ബിജിക്കിവാഹി വൺ, അദ്ദേഹത്തിൻ്റെ മറാത്തി വേഴ്സ് അല്ലേ, ഇത് ഇംഗ്ലീഷ് വേഴ്സ് ആണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് വേഴ്സ് ജജൂരി, അതിന് കോമൺവെൽത്ത് പോയട്രി പ്രൈസ് നേടിയിട്ടുണ്ട് 1977. മറാത്തി വേഴ്സ് കളക്ഷൻ ബിജിക്കിവാഹി വൺ എ സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 2005. അപ്പോൾ അദ്ദേഹത്തിന് കോമൺവെൽത്ത് പോയട്രി പ്രൈസും കിട്ടിയിട്ടുണ്ട്, എന്താണ് സാഹിത്യ അക്കാദമി അവാർഡും നേടാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർക്കുകളിലും. അപ്പോൾ നോട്ട് ദി പോയിന്റ്, ഹിസ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ജജൂരി വൺ കോമൺവെൽത്ത് പോയട്രി പ്രൈസ്. ഓക്കെ, ദെൻ ബിജിക്കിവാഹി വൺ, ദിസ് ഈസ് ദ മറാത്തി വേഴ്സ് കളക്ഷൻ വൺ സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 2005. An anthology of his work, collected poems in English, edited by Arvind Krishna Malhotra. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് ആന്തോളജി കളക്റ്റഡ് പോയംസ് എന്ത് ചെയ്തിട്ടുണ്ട്, അരവിന്ദ് കൃഷ്ണ മൽഹോത്ര എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് പബ്ലിഷ് ചെയ്തു ബ്രിട്ടനിലെ ബ്രൂഡെക്സ് ബുക്സ് എന്ന ആ ഒരു വർക്കിൽ അത് പബ്ലിഷ് ചെയ്തു 2010. ഓക്കെ, അതൊരു രണ്ട് പോയിൻ്റാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. ബൈലിംഗൽ റൈറ്ററാണ്. ഹി വാസ് റൈറ്റിംഗ് ഇൻ ബോത്ത് മറാത്തി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. മഹാരാഷ്ട്രയിലുള്ളൊരു പോയറ്റാണ്, ജനിച്ചത് മരിച്ചത് ഈ ഒരു രണ്ട് കളക്ഷൻ. ഓക്കെ, ട്രെയിൻഡ് ആസ് എൻ ആർട്ടിസ്റ്റ് ഫ്രം JJ സ്കൂൾ ഓഫ് ആർട്ട്. ഹി വാസ് ഓൾസോ നോട്ടഡ് ഗ്രാഫിക്സ് ഡിസൈനർ. അദ്ദേഹം ഒരു ഗ്രാഫിക് ഡിസൈനർ ടു. ഓക്കെ, note the 3 points. Introduction. This poem, An Old Woman, is a selection from Jejuri, a collection of his poems. Jejuri, the collection, is full of all action that takes place at the pilgrim place. Location of action is Jejuri, a pilgrim place in Maharashtra. This poem presents the old woman in the poem in a different picture as a speaker discovers her in a new light owing to his changed perspective. He finds
this woman near a temple shrine, looking frail but firm in her eyes. He wants him to take her service to go around the horseshoe shrine for a 50 paise coin. Though initially the speaker wants to ignore her, she sticks around and he notices her deep conviction to make her own living independently. His perception changes eventually. ദിസ് പോയം ആൻ ഓൾഡ് വുമൺ ഈസ് എ സെലക്ഷൻ ഫ്രം ജജൂരി. അദ്ദേഹത്തിൻ്റെ ജജൂരി എന്ന ഫസ്റ്റ് ഇംഗ്ലീഷ് പോയം കളക്ഷനിലെ ഒരു പോയമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ആൻ ഓൾഡ് വുമൺ എന്ന പോയം. എ കളക്ഷൻ ഓഫ് ഹിസ് പോയംസ്. അത് അദ്ദേഹത്തിൻ്റെ 36 പോയംസിൻ്റെ ഒരു കളക്ഷനാണ്. 36 പോയം ഉള്ളൊരു കളക്ഷനാണ് ജജൂരി. ഓക്കെ, ജജൂരി എന്ന് പറഞ്ഞ ആ ഒരു കളക്ഷനിൽ എത്ര പോയം ഉണ്ടാണ് പറഞ്ഞത്? 36 പോയം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദ കളക്ഷൻ ഈസ് ഫുൾ ഓഫ് ഓൾ ദി ആക്ഷൻ ദാറ്റ് takes place at the pilgrim place. അപ്പോൾ ജജൂരി ഈസ് എ പിൽഗ്രിം പ്ലേസ് അറ്റ് മഹാരാഷ്ട്ര. നമുക്കറിയാം ജജൂരി ഒരു പിൽഗ്രിം പ്ലേസ് ആണ്. മഹാരാഷ്ട്രയിലുള്ള ഒരു പിൽഗ്രിം പ്ലേസ് അല്ലേ, തീർത്ഥാടക സന്ദർശക കേന്ദ്രം ആണ് എവിടെ? ഈ ജജൂരി എന്ന ഈ സ്ഥലം. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഇവിടുത്തെ ഒരു തീം നമുക്ക് നോക്കാം. എല്ലാ ഫുൾ ആക്ഷനും ഈ ഒരു പോയത്തിലെ ഫുൾ ആക്ഷനും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ജജൂരി എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു പോയത്തിലെ ഫുൾ ആക്ഷനും നടക്കുന്നത്. പോയം എടുത്തത് ജജൂരി എന്ന കളക്ഷനിൽ നിന്നാണ്. ഓക്കെ, ലൊക്കേഷൻ ഓഫ് ആക്ഷൻ ഈസ് ജജൂരി, എ പിൽഗ്രിം പ്ലേസ് ഇൻ മഹാരാഷ്ട്ര. ദിസ് പോയം പ്രസൻസ് ദ ഓൾഡ് വുമൺ ഇൻ ദ പോയം ഇൻ എ ഡിഫറെൻറ്റ് പിക്ചർ ആസ് ദ സ്പീക്കർ ഡിസ്കവർ ഹർ ഇൻ എ ന്യൂ ലൈറ്റ് ഓയിങ് ടു ഹിസ് ചേഞ്ച്ഡ് പെർസ്പെക്റ്റീവ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഈ ഒരു ഓൾഡ് വുമണെ അദ്ദേഹം ഒരു വിസിറ്ററായിട്ട്, ഒരു ടൂറിസ്റ്റായിട്ട് ആ ഒരു പിൽഗ്രിം പ്ലേസ്, ആ മഹാരാഷ്ട്രയിലെ ആ പിൽഗ്രിം പ്ലേസ് സന്ദർശിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് ഒരു ഓൾഡ് വുമൺ, വയസ്സായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടാണ്. ആ കാണുന്ന സമയത്തുള്ള ആ ഒരു പേഴ്സ്പെക്റ്റീവ്, കാഴ്ചപ്പാടല്ല അവസാനമായപ്പോഴേക്കും ആ സ്ത്രീയിൽ അയാൾക്കുണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ആരെയും ഒറ്റ കാഴ്ചക്ക് വിലയിരുത്തരുത് എന്നൊരു മെസ്സേജാണ് ഈ ഒരു കവിതയിലുള്ള അടങ്ങിയിരിക്കുന്നത്. The poem present the old woman in the poem in a different picture. അദ്ദേഹം ഈ പോയത്തിലൂടെ പ്രസന്റ് ചെയ്യുന്നത് ഒരു ഓൾഡ് വുമണെയാണ്. അദ്ദേഹം ആ പോയത്തിൽ ആ ഒരു ഓൾഡ് വുമണ് ഡിഫറെൻറ്റ് പിക്ചർ നൽകുന്നുണ്ട്. ആസ് എ സ്പീക്കർ ഡിസ്കവേഴ്സ് ഹെർ ഇൻ എ ന്യൂ ലൈറ്റ് ഓയിങ് ടു ഹിസ് ചേഞ്ച്ഡ് പെർസ്പെക്റ്റീവ്. കവിതയുടെ അവസാനമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ധാരണ അല്ലേ, അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ്, അദ്ദേഹത്തിൻ്റെ വ്യൂ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് പോയം തുടങ്ങിയ സമയത്ത് ഒരു ഭിക്ഷക്കാരിയായ ഒരു വയസ്സായ ഒരു സ്ത്രീ, ഫസ്റ്റ് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമല്ലായിരുന്നു ആ സ്ത്രീയെ കണ്ടുമുട്ടിയ സമയത്ത്. പിന്നീട് അയാൾക്ക് മനസ്സിലായി ഈ സ്ത്രീ ഒരു വെറുതെ അവളുടെ സമയം കളയുകയല്ല, ഈ സ്ത്രീക്ക് ഒരു നിശ്ചയദാർഢ്യം ഉണ്ട് എന്ന് ഇയാൾക്ക് മനസ്സിലാവാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറി ചിന്തിക്കുകയും ആ സ്ത്രീയിൽ അദ്ദേഹം നന്മ കാണുകയും ചെയ്യാണ്. ഈ ഒരു പോയത്തിലെ ഒരു കഥ, ഒരു ചെറിയ കഥ അടങ്ങിയിട്ടുള്ള ഒരു പോയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, he finds this woman near a temple shrine looking frail but firm in her eyes. He finds this woman near a temple. അദ്ദേഹം കണ്ടു ഈ സ്ത്രീയെ ഒരു ടെമ്പിളിൻ്റെ, ഈ അദ്ദേഹം ജജൂരിയിൽ, മഹാരാഷ്ട്രയിൽ ജജൂരിയിൽ ആ ഒരു പിൽഗ്രിം പ്ലേസിൽ പോയ സമയത്ത് അവിടെയുള്ള ആ ടെമ്പിളിൽ ഈ സ്ത്രീയെ കണ്ടു. അവളെ കണ്ടാൽ നല്ല നിശ്ചയദാർഢ്യത്തിലെ ഫ്രെയിൽ ബട്ട് ഫേം ഇൻ ഹർ ഐസ്, നല്ല ഉറപ്പുള്ള അല്ലെ, ദുർബലമായിട്ടും ആ ഒരു സ്ത്രീയെ കാണപ്പെട്ടു. ഫേംനെസ്സും ഒരു കൃത്യത അവളിൽ കണ്ടു. കാരണം അവൾ പറയുന്നുണ്ട് ഫ്രെയിൽനെസ്, ആ ഒരു ദുർബലത എന്താണ്, എത്ര പറഞ്ഞിട്ടും ഇതിനെന്താണ് ആട്ടിയിട്ടും പോകണില്ല എന്ന് പറയില്ലേ. ചില ഭിക്ഷക്കാർ നമ്മൾ പോവാൻ പറഞ്ഞാലും അവർ പോവില്ല. ചിലരില്ലേ, നമ്മൾ എന്തെങ്കിലും ചില്ലറ കൊടുത്ത് വേഗം ഒഴിവാക്കുന്ന ഒരു രീതിയാണ് നമുക്ക് വേഗം വരിക. കാരണം വേഗം ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പോകും. കാരണം ഇല്ലാഞ്ഞിട്ടാണല്ലോ ഇവരിങ്ങനെ കൈ നീട്ടി വരുന്നത്. പക്ഷെ ചിലർ തട്ടിപ്പുള്ളവരും പലരും ഉണ്ടാവും അല്ലേ. ചില ഭിക്ഷക്കാർ നമ്മൾ എത്ര പോവാൻ പറഞ്ഞാലും പോവില്ല. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും, പോണില്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ഇയാൾക്കും ഉണ്ടായി. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. നമ്മുടെ മുന്നിൽ കൈ നീട്ടിയാലും നമ്മളെ കയ്യിലുള്ളത് എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം അല്ലേ.
നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുക അത് നമ്മൾ ആർക്കായാലും അർഹതപ്പെട്ടവർക്ക് നമ്മളത് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ഫസ്റ്റ് ആ ഒരു സ്ത്രീയിൽ ദുർബലതയും ഫേംനെസ്സും പോവാൻ പറഞ്ഞിട്ടും ഇയാളൊരു വിരസത കാണിച്ചിട്ട് പോലും ആ സ്ത്രീ വീണ്ടും അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. ഷീ വാണ്ട്സ് ഹിം ടു ടേക്ക് ഹർ സർവീസ് ടു ഗോ അറൗണ്ട് ദ ഹോഴ്സ്ഷൂ ഷ്രൈൻ ഫോർ എ 50 പൈസ കോയിൻ. പിന്നെ അവൾ ആവശ്യപ്പെടുകയാണ് ടേക്ക് ഹർ ഷീ ഓഫേർഡ് സർവീസ് അല്ലേ. അവൾ ഒരു 50 പൈസ കാണിച്ചുകൊണ്ട് കോയിന് കാണിച്ചുകൊണ്ട് പറയാണ് ഞാൻ നിങ്ങളെ ഹോഴ്സ് ഷൂ ഷ്രൈൻ ടെമ്പിൾ കാണിക്കാൻ കൊണ്ടുപോകാം. ഹോഴ്സ് ഷൂ മീൻസ് ഹോഴ്സിൻ്റെ ആകൃതിയിലുള്ള ഒരു ടെമ്പിളാണ്. ആ ഒരു ആകൃതിയിലാണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഹോഴ്സിൻ്റെ ആകൃതിയിൽ. അപ്പോൾ ഹോഴ്സ് ഷൂ ഷ്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു കനോബ ടെമ്പിൾ അല്ലെങ്കിൽ ജജൂരിയിലെ പിൽഗ്രിം പ്ലേസിനെയാണ് ഉദ്ദേശിച്ചത്. അതിന് കനോബ എന്നും പേരുണ്ട് കേട്ടോ. കനോബ ടെമ്പിൾ എന്നും ഈ ഒരു ടെമ്പിളിന് പേരുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാം, ഞാനൊരു 50 പൈസ മാത്രം തന്നാൽ മതി. അപ്പോൾ ഷീ ഓഫേർഡ് സർവീസസ് അല്ലേ. ഷീ ആക്ട് ആസ് എ ടൂറിസ്റ്റ് ഗൈഡ്. അതാണ് ആ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് ആക്ട് ചെയ്യണം. ആക്ച്വലി ദ ഓൾഡ് വുമൺ ഈസ് നോട്ട് എ ബഗ്ഗർ അല്ലേ. ആക്ച്വലി ആ ഓൾഡ് വുമൺ എന്തല്ല, ഒരു ബഗ്ഗർ അല്ല. ഷീ ഓഫേർഡ് സർവീസസ് അല്ലേ ഫോർ ഗെറ്റിംഗ് മണി. അപ്പോൾ അവൾ ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇയാളോട് എന്താണ് ഈ ഒരു വയസ്സായ എനിക്ക് ഈ ഒരു കുന്നിൻ്റെ മുകളിൽ ഇതിനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് റിവിലേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ നെക്സ്റ്റ്. ഷീ വാണ്ട്സ് ഹിം ടു ടേക്ക് ഹർ സർവീസ് ടു ഗോ അറൗണ്ട് ദ ഹോഴ്സ്ഷൂ ഷ്രൈൻ ഫോർ എ 50 പൈസ കോയിൻ. 50 പൈസ കോയിന് തന്നു കഴിഞ്ഞാൽ ഞാൻ ഹോഴ്സ്ഷൂ ഷ്രൈൻ സന്ദർശിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുപോവാം. ദോ ഇനീഷ്യലി ദ സ്പീക്കർ വാണ്ട്സ് ടു ഇഗ്നോർ ഹർ. ഷീ sticks around and he notices her deep conviction to make her own living independently. His perception changes eventually. നോക്കൂ, though initially the speaker wants to ignore her. ഫസ്റ്റ് ഒക്കെ ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഫസ്റ്റ് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു, പിന്നെ വീണ്ടും നോക്കി അല്ലേ. ഓൾ ഓഫ് us have the same experience with the beggars അല്ലേ. തീർച്ചയായിട്ടും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ബഗ്ഗേഴ്സിൻ്റെ അടുത്ത് മേ ബി നമ്മളും കാണിച്ചിട്ടുണ്ടാവാം. നമുക്ക് അത്രയും ഇതായി തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം ചെയ്യേണ്ട സ്ഥലത്ത്. അപ്പോൾ എന്താണ്, ഈ ഒരു രീതിയിൽ പലതും ചെയ്തിട്ട് പോലും ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ആ ഒരു സ്ത്രീ അവിടെ സ്റ്റിക്ക് ഓൺ ആയി നിന്നു അല്ലേ. ഷീ സ്റ്റിക്സ് അറൗണ്ട് ആൻഡ് ഹീ നോട്ടീസസ് ഹെർ ഡീപ്പ് കൺവിക്ഷൻ ടു മേക്ക് ഹെർ ഓൺ ലിവിങ് ഇൻഡിപെൻഡൻ്റ്ലി. ഷീ സ്റ്റിക്സ് അറൗണ്ട്, അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, ഹീ നോട്ടീസസ് ഹെർ ഡീപ്പ് കൺവിക്ഷൻ, അവളുടെ ആഴത്തിലുള്ള ആ ഒരു ബോധ്യം, അവളുടെ ആ കോൺവിക്ഷൻ മനസ്സിലായി. ടു മേക്ക് ഹെർ ഓൺ ലിവിങ് ഇൻഡിപെൻഡൻ്റ്ലി, അവളുടെ ജീവിതമാർഗം ആരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവളുടെ ലൈഫിനുള്ള ഒരു ഭക്ഷണത്തിനുള്ള മാർഗം അവൾ സ്വീകരിക്കുകയാണ്. അവൾ ആരോടും യാചിച്ച് വാങ്ങല്ല. അവളൊരു കാര്യം ഓഫർ ചെയ്തിട്ടാണ് ഈ ഒരു ചെറിയ പൈസ ആവശ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ അവളുടെ ആ ഒരു ആഴത്തിലുള്ള ബോധ്യം ഇയാൾക്ക് മനസ്സിലാവാണ്. ഹിസ് പെർസെപ്ഷൻ ചേഞ്ചസ് ഇവഞ്ച്വലി. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർസെപ്ഷൻ ധാരണ ചേഞ്ച് ചെയ്തു. അറ്റ് ലാസ്റ്റ് അവസാനം ആ ഒരു കഥ അവസാനിക്കുമ്പോഴേക്കും ഈ പോയറ്റിന് മനസ്സിലായി, ഈ സ്ത്രീ സാധാരണ വെറുതെ അലിഞ്ഞു തിരിഞ്ഞ് വെറുതെ ജനങ്ങളെ പറ്റിക്കുന്നൊരു സ്ത്രീയല്ല. ഇതിലും കാര്യമുണ്ട്, ഇതിലും ജീവിതത്തിൻ്റെ പല വശങ്ങളും ഇതിലൂടെ നിഴലിക്കുന്നത് അയാൾക്ക് കാണാൻ സാധിച്ചു. ഇവിടെ ഈ സ്ട്രൈക്ക് ചെയ്തത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് സ്ലൈഡ് ഉണ്ടാക്കിയ സമയത്ത് അറിയാതെ എഴുതി പോയത് മായ്ക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഞാൻ സ്ട്രൈക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ പോം. 11 ട്രിപ്ലെറ്റ്സ് ആണുള്ളത്. 3 ലൈനുള്ള 11 അല്ലേ, 11 സ്റ്റാൻസകളുണ്ട് 3 ലൈനുകളിൽ. ട്രിപ്ലെറ്റ്സ് മീൻസ് 3 ലൈനുള്ള 11 സ്റ്റാൻസകളുണ്ട്. ഫസ്റ്റ് 5 ട്രിപ്ലെറ്റ്സ് ആർ അബൌട്ട് ഇൻഡിഫറൻസ്, അപ്പതി ആൻഡ് ഇറിറ്റേഷൻ ഫെൽറ്റ് ബൈ ദ പോയറ്റ്. ആദ്യത്തെ 5 സ്റ്റാൻസകളിൽ ആ ഒരു പോയറ്റിൻ്റെ ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ്, ആ സ്ത്രീയോടുള്ള ഇൻഡിഫറൻ്റ് ആയിട്ട് ഇവളടുപ്പിക്കുന്ന
പഠിപ്പിക്കണ്ട, എന്താണ് വെറുതെ ഭിക്ഷ യാചിച്ച് നടക്കുകയാണെന്നുള്ള ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് 5 സ്റ്റാൻസകളിലും. അപ്പതി അവരോടുള്ള വെറുപ്പ്, ഇറിറ്റേഷൻ ഫെൽറ്റ് ബൈ ദി പോയറ്റിന് ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഷർട്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയാണല്ലേ, കയ്യിൽ ഇങ്ങനെ തോണ്ടിയിട്ട് പറയാണ്, 50 പൈസ തന്നാൽ മതി, ഞാൻ അവിടെ കൊണ്ടുപോകാം എന്നിങ്ങനെ പറയാണ്. ആ പറയുന്ന സമയത്ത് പോയറ്റിനുണ്ടായ ഫീലിങ്ങുകളാണ് ആദ്യത്തെ 5 സ്റ്റാൻസകളിലും പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. 6th triplet is where the attitude of the poet changes and he sees things in a different light altogether. അങ്ങനെ 6ാമത്തെ സ്റ്റാൻസയിൽ 6ാമത്തെ 3 ലൈനുകളുള്ള 11 സ്റ്റാൻസകളാണ്. Okay, 6th triplet is where the attitude of the poet changes and he sees things in a different light together. അങ്ങനെ 6ാമത്തെ സ്റ്റാൻസ് ആയപ്പോഴേക്കും പോയറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് ആകെ മാറി അല്ലേ. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ്, അദ്ദേഹത്തിനൊരു റിവിലേഷൻ, മനസ്സിലൊരു നന്മ ഉദിച്ചു വരികയാണ്. ഇങ്ങനല്ല ഈ സ്ത്രീയെ കാണേണ്ടത്. ആക്ച്വലി ഷീസ് നോട്ട് എ ബെഗർ അല്ലേ. ഷീ ഓഫേർഡ് സംതിങ് അല്ലേ. അവൾ പലതും ഓഫർ ചെയ്യുന്നു. ഷീസ് ഓഫറിങ് സർവീസസ് അല്ലേ. ഷീസ് ഓഫറിങ് സർവീസസ് ടു ദ പീപ്പിൾ അല്ലേ. ജനങ്ങൾക്ക് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 5 ട്രിപ്ലെറ്റ്സ്, പിന്നെ 5 കൂടെ ആണല്ലോ ഉള്ളത്, 5 സ്റ്റാൻസകളും കൂടെ ഉണ്ട്. അതെന്താണ്? ആർ ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ചേഞ്ച് ഇൻ ദ പെർസ്പെക്റ്റീവ്. എന്ത് ചേഞ്ചാണ് അയാൾക്ക് പിന്നീട് വന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് 5 ട്രിപ്ലെറ്റ്സിലുള്ളത്. അപ്പോൾ ഒന്നും കൂടെ നോക്കൂ. സ്ട്രക്ചർ ഓഫ് ദ പോം 11 ട്രിപ്ലെറ്റ്സ് ഉണ്ട്. 5 ട്രിപ്ലെറ്റ്സ് ആർ അബൌട്ട് ദ ഇൻഡിഫറൻസ്, apathy and irritation felt by the poet. 6th triplets where the attitude of the poet changes and he sees things in a different light altogether. Last 5 triplets are an expression of the change in perspective. Okay, next. Okay, now look at the poem. An old woman grabs hold of your sleeve and tags along. She wants a 50 paise coin. She says she will take you to the horseshoe shrine. You have seen it already. She hobbles along anyway and tightens her grip on your shirt. She won't let you go. You know how old women are. They stick to you like a burr. Here, in the first stanza, the poet introduces an old woman as beggar. Okay, in the first stanza, the poet introduces an old woman as ബെഗർ. ഇവിടെ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പോയറ്റ് ഒരു ഓൾഡ് വുമനെ ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻ ഓൾഡ് വുമൺ ഗ്രാബ്സ് ഹോൾഡ് ഓഫ് യുവർ സ്ലീവ് ആൻഡ് ടാക്സ് എലോൺ. എന്താ പറയുന്നത് നോക്കൂ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. സി ഹൗ ബ്യൂട്ടിഫുള്ളി ദ പോം ബിഗിൻസ്. ജജൂരി ടെമ്പിൾ ഓർ കാൻഡോബ ടെമ്പിൾ അല്ലെങ്കിൽ ജജൂരി ടെമ്പിളിൽ നടക്കുന്നതാണ് ഫുൾ ഈവൻസും. ഈ ഒരു പോയത്തിലെ ഫുൾ ഈവൻസും ജജൂരി അല്ലെങ്കിൽ കാൻഡോബ ടെമ്പിളിൽ നടക്കുന്ന അനുഭവങ്ങളാണ്. പോയറ്റ് ഒരു ടൂറിസ്റ്റായിട്ട് അവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് ഈ കഥയുടെ, ഈ ഒരു പോയത്തിലെ മുഖ്യ ഭാഗങ്ങളും ഫുൾ ഭാഗങ്ങളും അല്ലേ. ഫുള്ളായിട്ടുള്ള എല്ലാ ഈവൻസും കാൻഡോബ ടെമ്പിൾ അല്ലെങ്കിൽ ജജൂരി ടെമ്പിൾ നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു ഓൾഡ് വുമൺ ഗ്രാബ്സ് ഹോൾഡ് ഓഫ് യുവർ സ്ലീവ് ആൻഡ് സ്റ്റാഗ്സ് എലോൺ അല്ലേ. ഒരു വയസ്സായ ഒരു സ്ത്രീ മുറുക്കി പിടിക്കുകയാണ് ഷർട്ടിൽ. ആൻഡ് ടാഗ്സ് എലോൺ, പോയറ്റിൻ്റെ ഷർട്ടിൽ ഒരു ഓൾഡ് വുമൺ ഗ്രാബ് ചെയ്ത് പിടിക്കുകയാണ്. ഭിക്ഷക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഫസ്റ്റ് പോയറ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ. പോയറ്റ് എന്താ ചെയ്ത് നോക്കൂ. ആൻ അൺനോൺ ഓൾഡ് വുമൺ സഡൻലി ഗ്രാബ് ഹിസ് സ്ലീവ് ആൻഡ് ടാഗ് അലോൺ മീൻസ് ഫോളോഡ് ഹിം. ഒരു വയസ്സായ സ്ത്രീ അദ്ദേഹത്തെ ഇങ്ങനെ ഭിക്ഷക്കാർ പിന്തുടരുന്ന നിങ്ങൾ കണ്ടില്ല. നമ്മൾ ബസ്സിലൊക്കെ പോണ സമയത്ത് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഭിക്ഷക്കാരെ പോലെ പോയറ്റിനൊരു ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ ഉണ്ടായത് അല്ലേ. ഫസ്റ്റ് സ്റ്റാൻസ ഷോസ് പോയറ്റ്സ് ഇറിറ്റേഷൻ ആൻഡ് ഇൻഡിഫറൻസ് ടുവാർഡ്സ് ദ ഓൾഡ് വുമൺ അല്ലേ. ഫസ്റ്റ് സ്റ്റാൻസയിലും ആദ്യത്തെ 5 സ്റ്റാൻസകളിൽ അങ്ങനെ തന്നെ പറയണം. ആദ്യത്തെ ഫസ്റ്റ് 5 സ്റ്റാൻസകൾ ഷോസ് പോയറ്റ്സ് ഇറിറ്റേഷൻ ആൻഡ് ഇൻഡിഫറൻസ് ടുവാർഡ്സ് ദി ഓൾഡ് വുമൺ. ആ ഒരു ഇറിറ്റേഷനാണ് പോയറ്റിന് ഫീൽ ചെയ്തത്. ഓക്കെ,
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. പോകുന്നേ ഇല്ല, പോവാൻ പറഞ്ഞിട്ടൊന്നും പോകുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻ ഓൾഡ് വുമൺ ഗ്രാബ്, മുറുക്കി പിടിച്ചു, ഹോൾഡ് ഓഫ് യുവർ സ്ലീവ്. അപ്പോൾ ഇവിടെ ഈ പോയറ്റ് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു എന്ന് ഉപയോഗിച്ചിട്ടാണ് പോയത്തിൽ ഫുള്ളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. യു എന്നാൽ സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ ആണ്. സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അഡ്രസ്സിങ് അല്ലേ. അപ്പോൾ യു എന്തുകൊണ്ടാണ് ഇവിടെ പോയിട്ട് ഉപയോഗിക്കാൻ കാരണം? യു റെഫേഴ്സ് ടു ദ റീഡേഴ്സ് ആസ് വെൽ ആസ് പോയറ്റ് ആൻഡ് ടൂറിസ്റ്റ്. യു എന്ന് ഉദ്ദേശിച്ചത് പോയറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മളെ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം. നമ്മളോട് പറയുന്ന അതിരിയായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. കാരണം നിങ്ങളുടെ ഷർട്ടിൽ നിങ്ങൾ ടെമ്പിൾ സന്ദർശിക്കാൻ പോയ സമയത്ത് ഒരു വയസ്സായ സ്ത്രീ മുറുകെ പിടിച്ചിട്ട് നിങ്ങളടുത്ത് വിടാതെ പിന്തുടരുകയാണ്. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളെ ക്ലാസ്സിലായാലും ഞാനായാലും നമ്മളോട് പറയുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ കാരണം? എന്തിനാണ്? യു റെഫേഴ്സ് ടു ദ റീഡേഴ്സ് ആസ് വെൽ ആസ് പോയറ്റ് ആൻഡ് ടൂറിസ്റ്റ്. ഓക്കെ, ഹി യൂസസ് ദിസ് എന്തിനാണ്? ഇൻ ഓർഡർ ടു ഇൻവോൾവ് ദ റീഡേഴ്സ് അല്ലേ. റീഡേഴ്സിനെ ഇൻവോൾവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻവോൾവ് ദ റീഡേഴ്സ് ഇൻ ദ ആക്ഷൻ ആൻഡ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് ദ പോം. പോയത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സും ആക്ഷൻസിലും ഒക്കെ റീഡേഴ്സിനൊരു ഇൻവോൾവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളാണെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഈ കവിത പറയാൻ കാരണം അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഓൾ ഓഫ് us ഹാവ് ദ സെയിം എക്സ്പീരിയൻസ് വിത്ത് ദ ബെഗേഴ്സ്. നമുക്കൊക്കെ സെയിം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ബെഗേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ. ഷീ വാണ്ട്സ് 50 paise coin. She says she will take you to the horseshoe shrine അല്ലേ. ഷീ വാണ്ട്സ്, അവൾ ആവശ്യപ്പെട്ടു, 50 paise coin, ചെറിയൊരു പൈസ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, 50 പൈസയുടെ കോയിനെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഷീ സേസ് ഷീ വിൽ ടേക്ക് യു, പക്ഷേ അതിനവൾ എന്താണ്? ഷീ ഈസ് ഓഫറിങ് സർവീസസ് അല്ലേ. അവൾ ഒരു സർവീസ് ഓഫർ ചെയ്യാണ്. ഇപ്പോൾ പൈസ ചോദിക്കണതിനനുസരിച്ച് സർവീസും ഓഫർ ചെയ്യാണ്. കാരണം അവിടെ the poet gets shocked അല്ലേ. he don't know who is this woman. actually the poet shocked. poet എന്താണ്? ഷോക്കായി. actually he don't know who is this woman. ഈ സ്ത്രീ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അല്ലേ. പക്ഷേ ആ ഒരു സ്ത്രീ 50 പൈസ ചോദിക്കുകയാണ്. ഷീ സേസ് ഷീ വിൽ ടേക്ക് യു. എന്ത് പറഞ്ഞിട്ടാണ് ചോദിക്കണത് നോക്കൂ. എന്താണ്? 50 പൈസ തന്നു കഴിഞ്ഞാൽ അല്ലേ, ഞാൻ എന്ത് ചെയ്യാം? ഹോഴ്സ്ഷൂ ഷ്രൈന് സന്ദർശിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ കാണ്ടോബ ടെമ്പിൾ സന്ദർശിക്കാൻ, ചുറ്റിക്കറങ്ങി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ വേണ്ടി ഈ ഒരു 50 പൈസ തന്നു കഴിഞ്ഞാൽ അല്ലേ, 50 പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക? നിങ്ങളെ കാണ്ടോബ ടെമ്പിളും അതിൻ്റെ പരിസരങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാം അല്ലേ. woman asking 50 paise, she is offering a service that she will take him to the horseshoe shrine അല്ലേ. if he ready to give 50 paise, 50 പൈസ തരാൻ റെഡി ആണെങ്കിൽ എന്ത് ചെയ്യും? ഷീ ഈസ് ഓഫറിങ് സർവീസ്, അവൾ സർവീസ് ഓഫർ ചെയ്യാണ്. ഷീ വിൽ ടേക്ക് ഹിം ടു ദ കാണ്ടോബ ടെമ്പിൾ അല്ലെങ്കിൽ ഹോഴ്സ്ഷൂ ഷ്രൈൻ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം എന്ന് പറയാണ്. ആ ഒരു സമയത്ത് ഇയാൾക്ക് ക്ലിയറായി, ഷീസ് എ കൈൻഡ് ഓഫ് ടൂറിസ്റ്റ് ഗൈഡ് അല്ലേ. ഷീസ് നോട്ട് എ ബെഗർ, ഷീസ് എ കൈൻഡ് ഓഫ് ടൂറിസ്റ്റ് ഗൈഡ് അല്ലേ. ഷ്രൈൻ ഷ്രൈൻ മീൻസ് ദ ഹോളി പ്ലേസ് അല്ലേ. ഹോഴ്സ്ഷൂ ഷ്രൈൻ ഓൾസോ കാൾഡ് കാണ്ടോബ ടെമ്പിൾ, സിറ്റുവേറ്റഡ് ഇൻ മഹാരാഷ്ട്ര അല്ലേ. മെനി പീപ്പിൾ ഇൻ മഹാരാഷ്ട്ര എന്താണ്, ദെയർ ഗോഡ് കാണ്ടോബ ആസ് ദെയർ ഫാമിലി ഗോഡ്. കാണ്ടോബ എന്ന് പറഞ്ഞത് അവരുടെ ഫാമിലി ഗോഡാണ്. അധികം ആളുകളും കാണ്ടോബ ടെമ്പിൾ മഹാരാഷ്ട്രയിൽ പിൽഗ്രിമേജിന് വേണ്ടിയിട്ട് പോവാറുണ്ട്. ഓക്കെ, യു ഹാവ് സീൻ ഇറ്റ് ഓൾറെഡി. ഷീ ഹോബിൾസ് എലോങ് എനിവേ ആൻഡ് ടൈറ്റൻസ് ഹർ ഗ്രിപ്പ് ഓൺ യുവർ ഷർട്ട്. എന്നിട്ട് നോക്കൂ, നിങ്ങൾ ആദ്യമേ അവിടെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് ഞാനവിടെ ആദ്യമേ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം 50 പൈസ തന്നാൽ ഞാൻ എന്ത് ചെയ്യുക? ആ ഒരു ഷ്രൈന് കാണിക്കാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറയുന്ന സമയത്ത് ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഞാൻ ആദ്യമേ അവിടെ കണ്ടിട്ടുണ്ട് അല്ലേ. ഷീ ഹോബിൾസ് എലോങ് എനിവേ ആൻഡ് ടൈറ്റൻസ് ഹർ ഗ്രിപ്പ് ഓൺ യുവർ ഷർട്ട്.
അപ്പോൾ അയാൾ പറയുന്നുണ്ട്, യു ഹാവ് സീൻ ഇറ്റ് ഓൾറെഡി, ഞാൻ ആദ്യമേ അത് കണ്ടിട്ടുണ്ടല്ലേ, ഐ ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് അല്ലേ, ഐ ഡോണ്ട് വാണ്ട് ടു സീ നൗ. ആക്ച്വലി ഷീസ് എ മഹാരാഷ്ട്രീയൻ അല്ലേ, അദ്ദേഹം ഒരു മഹാരാഷ്ട്രീയനായതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ടെമ്പിളിൻ്റെ പരിസരം സന്ദർശിച്ചിട്ടുണ്ടാവാം അല്ലേ, ഒരു സംശയമല്ല നമുക്ക് അല്ലേ. ദിസ് ഈസ് നോട്ട് ഫസ്റ്റ് ടൈം ഹി വിസിറ്റഡ് ദിസ് പ്ലേസ്, ഹീസ് എ മഹാരാഷ്ട്രീയൻ, ഹി മൈറ്റ് ഹാവ് വിസിറ്റഡ് ഹിയർ സെവറൽ ടൈംസ് അല്ലേ. എന്നിട്ടും അദ്ദേഹം എന്താണ്, പക്ഷേ ആ ഒരു സ്ത്രീ വീണ്ടും ഓഫർ ചെയ്യാണ്, വീണ്ടും പൈസ ചോദിക്കുകയാണ് അല്ലേ. എന്നിട്ട് വീണ്ടും പറയാണ്, ആ സ്ഥലം കാണിച്ചു തരുമോ എന്നുള്ളത് വീണ്ടും ചോദിക്കുക. ഓക്കെ, ഹോബിൾസ് മീൻസ് മുടന്തി ഇയാളുടെ കൂടാണ് നാട്ടെ. ഷീ ഹോബിൾസ് എലോങ് എനിവേ ആൻഡ് ടൈറ്റൻസ് ഹെർ ഗ്രിപ്പ് ഓൺ യുവർ ഷർട്ട്. അതാണ് വീണ്ടും ആ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, അവളുടെ മുറുക്കി പിടിക്കുകയാണ്. അവൾ ഒരിക്കലും അയാളെ വിടാൻ തയ്യാറാകുന്നില്ല, പോയറ്റിനെ വിടാൻ വേണ്ടി അവൾ തയ്യാറാകുന്നില്ല അല്ലേ. ഷീ ടൈറ്റൻസ് ഹെർ ഗ്രിപ്പ് അല്ലേ, അവൾ വീണ്ടും ദ ഓൾഡ് വുമൺ ടൈറ്റൻസ് ഹെർ ഗ്രിപ്പ് ഓൺ ഹിസ് ഷർട്ട് അല്ലേ. അതാണ് ടൈറ്റൻ ചെയ്തിട്ട് അയാളുടെ പിടി, ആ ഗ്രിപ്പ് മുറുക്കുകയാണ്. ആൻഡ് ടൈറ്റൻസ് ഹെർ ഗ്രിപ്പ് ഓൺ യുവർ ഷർട്ട്. ഷീ ഈസ് ട്രൈങ് ടു ടൈറ്റൻസ് ഹെർ ഗ്രിപ്പ് ഓൺ ഹിസ് ഷർട്ട്. ആ ഒരു ഷർട്ടിൽ പിടി മുറുക്കിക്കൊണ്ട് വീണ്ടും പറയാണ്, ആ ഒരു ഓഫർ ചെയ്യാണ് ഷ്രൈന് കാണിക്കാമെന്ന് അല്ലേ. ഷീ വോണ്ട് ലെറ്റ് യു ഗോ, യു നോ ഹൗ ഓൾഡ് വുമൺ ആർ, ദേ സ്റ്റിക്ക് ടു യു ലൈക്ക് എ ബർ. എന്നിട്ട് വീണ്ടും അവൾ അവിടെ നിന്നിട്ട് ഷീ ഡസൻ വാണ്ട് ദ പോയറ്റ് ടു ലീവ് ഹിസ് ഓൺ വേ. ഒരിക്കലും അവൾ അനുവദിച്ചില്ല അല്ലേ. ഷീ ഡസൻറ്റ് വാണ്ട് ദ പോയറ്റ് ടു ലീവ് ഹിസ് ഓൺ വേ. ഷീ ടൈറ്റൻസ് ഹെർ ഗ്രിപ്പ് ഓൺ ഹിസ് ഷർട്ട് അല്ലേ. ഷീ ഈസ് നോട്ട് റെഡി ടു ലീവ് ദ പോയറ്റ്. ഷീ ഈസ് ആസ്കിങ് 50 പൈസ ആൻഡ് ഓഫറിങ് എ സർവീസ് ടു ഹിം ദാറ്റ് ടേക്ക് ഹിം ടു ദ ഹോഴ്സ്ഷൂ ട്രംബിൾ. ഓക്കെ, അപ്പോൾ ഷീ വോണ്ട് ലെറ്റ് യു ഗോ, യു നോ ഹൗ ഓൾഡ് വുമൺ ആർ. നിങ്ങൾക്കറിയാമല്ലോ ഓൾഡ് വുമൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്. സ്റ്റിക്ക് ടു യു ലൈക്ക് എ ബർ. അവരങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും, നമ്മളെന്ത് പറഞ്ഞാലും പോവാതെ ഇങ്ങനെ അവിടെ തന്നെ മുറുകെ പിടിച്ച് നിൽക്കും എന്നാണ് പറയുന്നത് അല്ലേ. ലൈക്ക് എ ബർ. ഹിയർ ദ പോയറ്റ് കമ്പയർ ദ ഓൾഡ് വുമൺ ടു എ ബർ. ബർ ഈസ് എ ടൈപ്പ് ഓഫ് ബുഷ്. അവിടെ ഞാൻ പിക്ചർ കാണിച്ചിട്ടുണ്ട്, ഒരു ടൈപ്പ് ഓഫ് ബുഷാണ് അല്ലേ. എന്താ ഈ ബുഷിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡ്രസ്സിലൊക്കെ ഇങ്ങനെ തറച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് വലിച്ചെടുക്കണം. ആ ഒരു ബുഷിനോടാണ് പോയിട്ട് ഇവിടെ ഓൾഡ് വുമണെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേഴ്സ് മറക്കരുത്, എന്തിനോടാണ് കമ്പയർ ചെയ്തത് എന്നുള്ളത് മറക്കരുത്. ഇത്രയാണ് ഫസ്റ്റിലെ 5 സ്റ്റാൻസാസ് കേട്ടോ. ഇതിൽ ട്രിപ്ലെറ്റ്സുകളാണ്, 11 ട്രിപ്ലെറ്റ്സുകളുണ്ട് അല്ലേ. അതിൽ 4 നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. റീഡ് വൺ മോർ. ആൻ ഓൾഡ് വുമൺ ഗ്രാബ്സ് ഹോൾഡ് ഓഫ് യുവർ സ്ലീവ് ആൻഡ് ടാഗ്സ് അലോൺ. ഷീ വാണ്ട്സ് എ 50 പൈസ് കോയിൻ. ഷീ സേസ് ഷീ വിൽ ടേക്ക് യു ടു ദ ഹോഴ്സ്ഷൂ ഷ്രൈൻ. ആൻ ഓൾഡ് വുമൺ ഗ്രാബ്സ് ഹോൾഡ് ഓഫ് യുവർ സ്ലീവ് അല്ലേ. ദ പോയം സ്റ്റാർട്ടഡ് ബൈ ഇൻട്രഡ്യൂസിങ് ആൻ ഓൾഡ് വുമൺ അല്ലേ. ഇൻട്രൊഡ്യൂസിങ് ആൻ ഓൾഡ് വുമൺ. പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓൾഡ് വുമണെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ആൻ അൺനോൺ ഓൾഡ് വുമൺ ഹു സഡൻലി ഗ്രാബ് ദ പോയറ്റ് സ്ലീവ്. ഓക്കെ, ആൻഡ് ടാഗ്സ് എലോൺ. അദ്ദേഹത്തിൻ്റെ കൂടാണ്. ഷീ വാണ്ട്സ് എ 50 പൈസ് കോയിൻ. ഷീ സേസ് ഷീ വിൽ ടേക്ക് യു ടു ദ ഹോഴ്സ്ഷൂ ഷ്രൈൻ. ഷീ ഈസ് ഓഫറിങ് 50 പൈസ. This particular woman is saying that she would take the poet to the temple. For that she is asking 50 paise coin. Okay, let's see the next stanza. You have seen it already. She hobbles along anyway and tightens her grip on your shirt. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, I don't want to see this the horseshoe shrine now. I have already seen that. She hobbles along anyway. She traces along anyway and tightens her grip on your shirt. She tightens her grip on his shirt. She won't let you go. You know how old women are. They stick to you like a burr. The old woman stick on the poet like a burr. Okay, she won't let you go. Poet ഒരിക്കലും she doesn't want the poet to leave his own way. She tightens her grip on his shirt. She is not ready to leave the poet. She is asking 50 paise and offering the service. Okay,
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലൈനിലുള്ളത്. ഈ നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിൽ ബാക്കി കാര്യങ്ങൾ കാണാം. എന്തായാലും ഒരു ഫസ്റ്റ് 5 ട്രിപ്ലെറ്റ്സുകളിൽ എന്താണ് പറയുന്നതെന്നാണ്, പോയറ്റിൻ്റെ ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ്, ഇറിറ്റേഷൻ, അപ്പതി, ഇതെല്ലാം നമുക്ക് ഫസ്റ്റിൽ കാണാൻ സാധിക്കും. ഫസ്റ്റ് പോയറ്റിന് വലിയ ഇഷ്ടമല്ലായിരുന്നു ഒരു ബെഗറായിട്ടുള്ള സ്ത്രീ ഇയാളുടെ കൂടെ ഇങ്ങനെ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടും അവിടെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടും വീണ്ടും വീണ്ടും നടക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. കാരണം പോയറ്റ് ആദ്യമായിട്ടല്ല ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നത്. കാണ്ടോബ ടെമ്പിളിൽ അല്ലെങ്കിൽ ഹോഷു ഷ്രൈനിൽ മഹാരാഷ്ട്രയിലുള്ള ഈ ഒരു പിൽഗ്രിം പ്ലേസിൽ ആദ്യമായിട്ടല്ല പോയറ്റ് സന്ദർശിക്കുന്നത് അല്ലേ. ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ഹി വിസിറ്റഡ് ദിസ് പ്ലേസ്. ഈസ് എ മഹാരാഷ്ട്രിയൻ അല്ലേ. അദ്ദേഹം ഒരു മഹാരാഷ്ട്രിയൻ ആയതുകൊണ്ട് തന്നെ ഹി മൈറ്റ് വിസിറ്റഡ് ദിസ് പ്ലേസ് സെവറൽ ടൈംസ്. അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും പല പ്രാവശ്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 5 സ്റ്റാൻസയിൽ പോയറ്റ് കാണിക്കുന്നത് ഇൻഡിഫറൻസ്, അപ്പതി ആൻഡ് ഇറിറ്റേഷൻ ഫെൽറ്റ് ബൈ ദ പോയറ്റ്സ് ടുവാർഡ്സ് ദി ഓൾഡ് വുമൺ. നോട്ട് ദി പോയിന്റ്. ഫസ്റ്റ് 5 ട്രിപ്ലെറ്റ്സുകളിൽ ഫസ്റ്റ് 5 സ്റ്റാൻസയിൽ the poet shows indifference, apathy and irritation felt by the poet towards the old woman. Okay, with this first stanza I will conclude here. Thank you. I will stop my session here. Thank you. We'll meet again in the next class.